നമസ്കാരം. സ്നേഹജ്യോതിസ് അമ്മ പ്രാർത്ഥനാ ധ്യാനം. നമുക്ക് ഇന്ന് ഭഗവാൻ നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ മാറ്റാൻ സഹായിക്കുന്ന ചെറിയ ചെറിയ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഭഗവാൻ നമ്മുടെ പൂർവ്വജന്മ കർമ്മ ദുരിതങ്ങളെ പടിപടിയായി മാറ്റാൻ സഹായിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനോദഭായ നമഃ. 2 കാർഡാണ് നമ്മൾ എടുക്കാതിൽ നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് സന്ദേശം എന്താണെന്ന് നോക്കാം നമുക്ക്. ഓം നമോ നാരായണായ. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സന്ദേശം എന്താണെന്ന് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. യുവർ കോൾ വിൽ ബി ആൻസേർഡ്. യു ആൻഡ് യുവർ പ്രേയേഴ്സ് ആർ നെവർ അൺഹെഡ്. ഇതാണ് ആദ്യത്തെ മെസ്സേജ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണ്? യുവർ കോൾ വിൽ ബി ആൻസേർഡ്. ഇതിന് നിങ്ങളുടെ വിളി കേൾക്കുമെന്നാണ് പറയുന്നത്. അതിനുള്ള മറുപടി നമുക്ക് ലഭിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് നോക്കുക. ദ ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, അതാണ് അടുത്തത്. ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ്. നർച്ചർ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്സ്. 2 കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. യുവർ കോൾ വിൽ ബി ആൻസേർഡ്, ദി ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, യു ആൻഡ് യുവർ പ്രേയേഴ്സ് ആർ നെവർ അൺഹേർഡ്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിലൊരു ഇതിനൊരു സന്ദേശം നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് നിങ്ങൾക്കുള്ളതാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതൊരിക്കലും കേൾക്കാതിരിക്കില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നത് നമുക്ക് ഉറപ്പ് തരുന്ന പോലെയാണ്. യുവർ കോൾ വിൽ ബി ആൻസർ. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന അതിന് ഭഗവാൻ മറുപടി നൽകും. നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അത് കേൾക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ദ ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അതോടൊപ്പം തന്നെ നമ്മളോട് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ്. നർച്ചർ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്സ്. ഈ സൗഹൃദത്തെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാനാണ് പറയുന്നത്, ഒന്നുകൂടെ ബലപ്പെടുത്താൻ. കാരണം സൗഹൃദം നമ്മുടെ അത് ശരിയാണല്ലോ. നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ, നല്ല ആത്മാർത്ഥമായ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ സുഹൃത്തുക്കൾ നമ്മുടെ ഏത് ദുഃഖകരമായ സാഹചര്യത്തിനും ഏത് അവസരത്തിനും നമുക്ക് നല്ല ഉപദേശങ്ങളായിരിക്കും നൽകുക. നമ്മൾ പ്രീതിപ്പെടുത്തുന്നതായിരിക്കില്ല, ചിലപ്പോൾ നല്ല ചീത്ത പറയും. പക്ഷെ അത് നമ്മൾ നല്ലതാവാൻ നമ്മളെ മുതലെടുക്കുന്നവരാണ് നമുക്ക് അനുകൂലമായിട്ട് എപ്പോഴും പറയാം. നമ്മൾ തെറ്റിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടാലും അനുകൂലമായിട്ട് പറയും. കാരണം അവരുടെ നമ്മളിൽ നിന്നും ലഭിക്കുന്ന സഹായങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ. പക്ഷെ നല്ലൊരു സുഹൃത്ത് അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നമ്മൾ ആപത്തിൽ ചെന്ന് ചാടരുതെന്ന് വിചാരിച്ചിട്ട് ചീത്ത പറയും. അപ്പം അങ്ങനത്തെ നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പം അങ്ങനെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അങ്ങനത്തെ സുഹൃത്തുക്കളെയും ആ സൗഹൃദത്തെയും ഏറ്റവും നല്ല രീതിയിൽ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാം കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളിൽ കൂടെ തന്നെ ഭഗവാന്റെ ആൻസർ നമുക്ക് കിട്ടും. നല്ലൊരു സുഹൃത്തുണ്ട്, നല്ലൊരു സൗഹൃദമുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സഹായം ആ സൗഹൃദത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും നമ്മുടെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ. അപ്പം അതും ഒരു ഭഗവാന്റെ ഒരു ആൻസർ പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ സൗഹൃദത്തിൽ കൂടി ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാം. നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഭഗവാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.